ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുമാറാകട്ടെ. ഒളിമ്പസിന്റെ സുഭാഷിതം 1800 കടന്നു. ഇന്ന് നമ്മൾ പുതിയ ഒരു പരമ്പരയിലേക്ക് കൂടെ കടക്കുകയാണ്. നമ്മള് വ്യവസ്ഥാ നിയമത്തിനനുസരിച്ച് വ്യവസ്ഥകളും വ്യവസ്ഥകളുടെ സ്വഭാവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. പലതരത്തിൽ നമ്മളതിന് ചർച്ച ചെയ്തിട്ടുണ്ട്. അതില് വ്യവസ്ഥയുടെ സ്വഭാവം പറയുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ ബന്ധങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പലതരം ബന്ധങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. ഈ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ സഹോദരങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കള്, സഹോദരങ്ങള്, അയൽവക്കം, പിന്നെ ബന്ധുക്കള്, അങ്ങനെ ഈ രീതിയിലുള്ള ഒരു ബന്ധുഭാവമാണ് നമുക്ക് മനസ്സിൽ വരിക. പക്ഷെ ഇതൊന്നും അല്ലാതെ ഇതിനുമപ്പുറത്ത് എത്രയോ തരം ബന്ധങ്ങൾ നമ്മുടെ യൂണിവേഴ്സിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോ ഈ ബന്ധങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഭൗതികമായി നമ്മളൊരു വസ്തുവിനെ കാണുകയോ അറിയുകയോ ചെയ്യുമ്പോൾ അതിന്റെ കാഴ്ച പൂർണ്ണമാവില്ല എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബന്ധങ്ങൾ ഏതെല്ലാം തരത്തിലുണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് വ്യവസ്ഥയെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് കാര്യം. ജീവിത വ്യവസ്ഥയെ ചിട്ടപ്പെടുത്തുന്ന സ്വന്തം ആരോഗ്യത്തെയോ മനസ്സിനെയോ സമൂഹത്തെയോ കുടുംബത്തെയോ ഒക്കെ ചിട്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ബന്ധങ്ങളുടെ ഈ പാഠം ഗുണകരമായിരിക്കും എന്നുള്ള പ്രത്യാശയിൽ നമ്മൾ ഈ ഒരു പരമ്പരയിൽ കിടക്കുകയാണ്. ഇന്ന് അതിന്റെ ആമുഖമാണ്. ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: റിലേഷൻഷിപ്സ് ഇൻ ദ യൂണിവേഴ്സൽ സിസ്റ്റം റിവീൽ ഇന്റർഡിപെൻഡന്റ് ഓർഡർ. പ്രപഞ്ച വ്യവസ്ഥയിലെ ബന്ധങ്ങൾ ഒരു വ്യവസ്ഥയ്ക്ക് അകത്തും പുറത്തുമുള്ള ഘടകങ്ങളുടെ പരസ്പരാശ്രിതമായ ക്രമീകരണത്തെയാണ് ബന്ധമെന്ന് പറയുന്നത്. ഓരോ വ്യവസ്ഥയ്ക്കും ഘടനാപരവും സംഘാടനപരവും പ്രവർത്തനപരവും അനുകൂലപരവും ചൈതന്യപരവുമായ മാനങ്ങളിൽ ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ഈ ഓരോ മാനത്തിനും സ്ഥലം, കാലം, രൂപം, ഭാവം, ഭവം എന്നിങ്ങനെയുള്ള അനന്യ ഗുണങ്ങളും ഉപഘടകങ്ങളായി ഉണ്ടായിരിക്കും. ഈ ഘടകങ്ങൾ നിലനിൽക്കുന്നതും പരസ്പരം ഇടപെടുന്നതും സഹപരിണാമം സംഭവിക്കുന്നതും അവയുടെ പരസ്പരാശ്രിതമായ ക്രമീകരണത്തിലൂടെ അഥവാ ബന്ധത്തിലൂടെയാണ്. പൊതുവെ ന്യൂനീകരണ ശാസ്ത്ര സമീപനം ഘടന, പ്രവർത്തനം, ഊർജം എന്നിവയുടെ ബന്ധങ്ങളെ മാത്രമേ അഭിസംബോധന ചെയ്യാറുള്ളൂ. എന്നാൽ വ്യവസ്ഥാ വീക്ഷണ പ്രകാരം സമഗ്ര പ്രപഞ്ച വ്യവസ്ഥയിലുള്ള മറ്റ് ഒട്ടേറെ വിധാനങ്ങളെ ബോധ്യമാക്കുന്നു. ഈ ബോധ്യം മറഞ്ഞിരിക്കുന്ന ക്രമത്തെ വെളിപ്പെടുത്തുകയും വിഘടിച്ച ചിന്താരീതിയെ തടയുകയും കാര്യകാരണങ്ങൾ, സന്തുലിതാവസ്ഥകൾ, പ്രത്യാഘാതങ്ങൾ, ദിശകൾ എന്നിവയെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. വ്യക്തി, കുടുംബ, സമൂഹ ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തുന്നവർക്ക് ഈ ബന്ധബോധ്യം കൃത്യമായ ദിശാബോധം നൽകും. വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ഉൾക്കാഴ്ചകളിലേക്ക് യാത്ര ചെയ്യാം. ഇതാണ് നമ്മൾ ആമുഖപാഠമായിട്ട് പറയുന്നത്. ഇപ്പൊ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു ഏക വ്യവസ്ഥയാണെന്ന് നമുക്കറിയാം. ഏക ശരീരമാണ്. അതിന് ഒന്നും വെവ്വേറെയല്ല. പക്ഷെ നിർവഹണത്തിന്റെ, പ്രപഞ്ച സഞ്ചാലനം എന്നുള്ളൊരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ നിർവഹണത്തിന്റെ സൗകര്യത്തിനായിട്ട് അതിനെ ഒരു എൻകാപ്സുലേറ്റഡ് ഘടനയിലേക്ക്, എൻകാപ്സുലേറ്റഡ് എന്ന് വെച്ചാൽ കൂടുകൾക്ക് അകത്ത് കൂടുകളായിട്ടുള്ള ഒരു ഘടനയിലേക്ക് അതിനെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ക്രമീകരണം ഒരു പ്രാഥമിക ഭൗതിക ക്രമീകരണം മാത്രമാണ്. അതല്ലാതെ ഒട്ടേറെ ക്രമങ്ങൾ ഇതിനകത്ത് സൂക്ഷിക്കുന്നുണ്ട് പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചം. അപ്പോൾ പ്രപഞ്ചം സൂക്ഷിക്കുന്ന ഇത്രയേറെ ക്രമങ്ങൾക്ക് അനുസരിച്ച് ആ ക്രമത്തിലെ ഒരു ഘടകമാണ് ബന്ധം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഒരു സത്തയെ മനസ്സിലാക്കുമ്പോൾ, ഒരു വസ്തുവിനെ മനസ്സിലാക്കുമ്പോൾ ആ വസ്തുവിന്റെ ഭൗതിക ഘടനയെ വെച്ചുകൊണ്ടാണ് അതൊരു വസ്തുവാണ് അല്ലെങ്കിൽ ഇതൊരു സത്തയാണ്, പേരിട്ട് വിളിക്കാവുന്ന ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ ആ ഭൗതിക രൂപം എന്ന് പറയുന്നത് അതിന്റെ ഒട്ടേറെ മാനങ്ങളിൽ ഒന്ന് മാത്രമാണ്.
ആ ഭൗതിക രൂപം എന്ന് പറയുന്നത് ആ സത്തയുടെ രൂപീകരണത്തിന്റെ ഏറ്റവും അവസാനം വെളിപ്പെടുന്ന എന്നുവെച്ചാൽ അതിന്റെ പ്രകടമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഏറ്റവും അവസാനം പ്രകടമാകുന്ന ഒരു രൂപമാണ്. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇതിലും വലുതായിട്ട് വിപുലമായിട്ടത് പ്രകടമാകാനില്ല. അപ്പോൾ ആ പ്രകടാവസ്ഥയെയാണ് നമ്മൾ ഭൗതിക രൂപം എന്ന് പറയുന്നത്. പ്രകടമാകുന്നതിന് മുമ്പുള്ള ഒട്ടേറെ തലങ്ങളുണ്ട്. ഈ തലങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഇക്കോജൻസിസിൽ സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് പരമമായ ബോധം എന്ന് പറയുന്നത് എന്താണ്, ആ ബോധം എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ് ഇത് സീക്ക് ചെയ്യുന്നത്, ആ സീക്കിങ്ങിന്റെ ഭാഗമായിട്ട് അത് എന്തെല്ലാം പ്രവർത്തനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, ആ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഊർജമായും പാറ്റേണുകളായും മണ്ഡലങ്ങളായും ദ്രവ്യമായും മാറുന്നത് എന്ന് പറയുന്ന ആ ഒരു സീക്വൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ രൂപീകരിച്ചിട്ടാണ് ഒരു വ്യവസ്ഥ സത്ത എന്ന രൂപത്തിൽ രൂപം കൊള്ളുന്നത്. ആ സത്ത എന്ന രൂപത്തിൽ രൂപം കൊള്ളുമ്പോൾ അതിന് ഒട്ടേറെ ഘടകങ്ങൾ, അതിൽ ഭൗതിക ഭാവം വരുന്നുണ്ട്, ആ ഭൗതിക രൂപം വരുന്നുണ്ട്, അതിനെ അത്തരത്തിലാക്കി തീർക്കുന്ന പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്, അത് ഉണ്ടായി തീർന്നതിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനുണ്ടാകുന്ന അനുകൂലനങ്ങൾ ഘടകമായി വരുന്നുണ്ട്. ഇതിനെയെല്ലാം ചലിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രേരണകൾ എന്ന് വെച്ചാൽ ശക്തി, ഊർജം, ചലന പ്രേരണ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നൊക്കെ പറയില്ലേ, ആ പൊട്ടൻഷ്യാലിറ്റി എന്ന് പറയുന്നതെല്ലാം തന്നെ ഘടകങ്ങളായിട്ട് വരുന്നുണ്ട്. അതെല്ലാം തന്നെ ഈ പറയുന്നതൊക്കെ തന്നെ ഓരോ രൂപങ്ങളാണെങ്കിൽ ആ രൂപത്തിന് ഒരു പ്രത്യേക കാലത്താണ് അത് ഉണ്ടാവുക, ഒരു പ്രത്യേക സ്ഥലത്താണ് ഉണ്ടാവുക, ഒരു പ്രത്യേക ഭാവത്തിലാണ് ഇത് ഉണ്ടാവുക, പ്രത്യേക രീതിയിലുള്ള സംഭവങ്ങളാണ് ഇവിടെ സംഭവിക്കുക എന്നിങ്ങനെയുള്ള അനന്യ ഗുണങ്ങൾ എന്ന് വെച്ചാൽ ഇതിന് മാത്രമേ ഉള്ളൂ. ഈ സ്ഥലകാല രൂപങ്ങൾ, സ്പേഷ്യൽ ടെമ്പറൽസ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു വസ്തുവിന് അനന്യമായിരിക്കും, യുണീക്ക് ആയിരിക്കും, അത് മറ്റൊന്നിനും ഉണ്ടാവില്ല. അപ്പൊ ആ അനന്യ ഗുണങ്ങൾ ഒക്കെ ഉണ്ട്. അത് ഉപഘടകങ്ങൾ എന്ന് പറയാം. അപ്പോ ഒരു സത്തയെ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഘടനാരൂപം, അതിനെ ആ ഘടനയിലേക്ക് കൊണ്ട് എത്തിച്ച സംഘാടന രൂപം, ഈ സംഘാടനത്തിന് ഹേതുവാകുന്ന വേറെ കുറെ കാര്യങ്ങളുണ്ട്. അത് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത് ഇതിനു മുമ്പുള്ള കുറെ ഏരിയയിൽ വരുന്നതാണ്, ഞാനതിപ്പോ പ്രതിപാദിക്കുന്നില്ല. പിന്നെ ഈ ഘടന കൈക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഘടന നിർവഹിക്കുന്ന ധർമ്മങ്ങളുടെ ഒരു രൂപം, ആ ധർമ്മം നടപ്പിലാക്കുന്ന സമയത്ത് അത് കാലികമായ ചുറ്റുപാടിനനുസരിച്ച് എന്തെല്ലാം തരത്തിലുള്ള അഡാപ്റ്റേഷൻസ് നടത്തുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചുള്ള അനുരൂപന രൂപം, പിന്നെ ഇതിനെ ചലനപ്രേരണ ചെയ്യുന്ന ഊർജ രൂപം എന്നിങ്ങനെ പ്രധാനമായി 5 ഘടകങ്ങളെ നമുക്കൊരു സത്തയിൽ കാണാൻ കഴിയും. അവയുടെ സ്പേഷ്യോ ടെമ്പറൽ ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് പറഞ്ഞു. ആ സ്ഥലകാല രൂപഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ അവ ഉപഘടകങ്ങളായിട്ട് വരുന്നു. അപ്പോ ഈ പറഞ്ഞത് വളരെ പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ ഘടകങ്ങൾ നിലനിൽക്കുന്നതും പരസ്പരം ഇടപെടുന്നതും ഒക്കെ ആ ഒരു ഘടകം നിലനിൽക്കുന്നു, ഈ ഘടകം മറ്റൊരു ഘടകവുമായിട്ട് പരസ്പരം ഇടപെടുന്നു, ഇവ രണ്ടും കൂടെ ഒരുമിച്ച് മറ്റൊന്നായി മാറുന്നു. ഇതെല്ലാം അവരുടെ രണ്ടും തമ്മിലുള്ള പരസ്പര ആശ്രിതമായ ഒരു ക്രമീകരണത്തിലൂടെയാണ്, പരസ്പരം ആശ്രയിച്ചുകൊണ്ടാണ് ഉണ്ടാവുന്നത്. ആ ക്രമീകരണത്തെയാണ്, ആ പരസ്പരം ആശ്രയിച്ചുകൊണ്ടുള്ള ക്രമീകരണത്തെയാണ് ബന്ധം എന്ന് പറയുന്നത്. അപ്പോ ബന്ധം എന്ന് പറയുന്നത് പരസ്പരം ആശ്രയിക്കുന്ന ഒരു ക്രമമാണ്, അപ്പോൾ പരസ്പരാശ്രിതമായ ക്രമീകരണത്തിലൂടെയാണ് ഇവിടെയുള്ള എല്ലാ ഘടകങ്ങളും തമ്മിൽ, ഒരു സത്തയുടെ ഘടകങ്ങളെല്ലാം തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോ സത്തയുടെ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ അപ്പൊ ഈ സത്ത വലിയൊരു വ്യവസ്ഥയുടെ ഘടകമാണ് എന്നത് നമ്മൾ ആദ്യമേ അംഗീകരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് പറയുന്നത് സത്തയുടെ അകത്തുള്ള ഘടകങ്ങൾ, അതിന്റെ ഉപഘടകങ്ങൾ, ഇവയെല്ലാം തമ്മിൽ ഉള്ള പരസ്പരാശ്രിതമായ ഒരു ക്രമീകരണമുണ്ട്. ആ ക്രമീകരണത്തെയാണ് ബന്ധം എന്ന് പറയുന്നത്. പൊതുവെ ന്യൂനീകരണ ശാസ്ത്ര സമീപനം, ശാസ്ത്രം എന്നുള്ള പദം അവിടെ ശരിയായില്ല എന്ന് എനിക്ക് തോന്നുന്നത്, സയൻസ് എന്ന് തന്നെ പറയണം. കാരണം ശാസ്ത്രവും സയൻസും രണ്ടാണ്.
അപ്പോ ന്യൂനീകരണ സയൻസ് എന്ന് വെച്ചാൽ റിഡക്ഷനിസ്റ്റ് സയൻസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് സമഗ്രമായിട്ട് കാര്യങ്ങളെ കാണില്ല. ഒരു കാര്യത്തെ എടുക്കുന്നു, ആ ഭാഗത്തിന്റെ ഉള്ളിലേക്ക് മാത്രം പോയിട്ട് അതിന്റെ ഘടകങ്ങളെ കുറിച്ച് മാത്രം പഠിക്കുന്നു, അതാണ് സത്യം, അത് മാത്രമേ ഉള്ളൂ ലോകം എന്ന രീതിയിൽ അത് കണക്കാക്കുന്നു. ആ പഠനം ആ ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രമാണ് ശരി, ആ ഒരു രേഖപ്പെടുത്തൽ ആ ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രമാണ് ശരി എന്ന് പറയുന്നതാണ് റിഡക്ഷനിസ്റ്റ് സയൻസ് എന്ന് പറയുന്നത്. നമ്മളിന്ന് പോപ്പുലർ സയൻസ് എന്ന് അറിയപ്പെടുന്ന സാധനം അതാണ്. അപ്പോ റിഡക്ഷനിസ്റ്റ് സയൻസ് സമീപനം പ്രകാരം ഘടനയിൽ രണ്ട് വസ്തുക്കളുടെ ഘടനകൾ തമ്മിലുള്ള ഒരു ബന്ധം അത് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. ഇപ്പൊ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവായിട്ട് കെട്ടിയിട്ടിട്ടുണ്ട്, കയറുകൊണ്ട് കെട്ടിയിട്ടിട്ടുണ്ട്, ചേർത്ത് കെട്ടി അല്ലെങ്കിൽ ദൂരെ കെട്ടി, ആ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഘടനയെ മനസ്സിലാക്കും. ഈ കെട്ടുമ്പോ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനമുണ്ട്, ആ പ്രവർത്തനം നമുക്ക് വിസിബിൾ ആയിട്ടുള്ള അതിനെ കണ്ടെത്തും. അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള ഊർജപ്രധാനങ്ങളുടെ കാര്യങ്ങൾ വരുന്ന സമയത്ത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോ റിഡക്ഷനിസ്റ്റ് സയൻസ് ഈ മൂന്നും ഏരിയയിൽ, അതായത് ഫിസിക്കലായിട്ടുള്ളത്, പ്രവർത്തനപരമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഫിസിക്സിന്റെ പരിധിയിൽ വരുന്നത് പലതരം പ്രവർത്തനങ്ങൾ, കെമിക്കൽ ആക്ഷൻസ് ഉണ്ട്, ബയോളജിക്കൽ ആക്ഷൻസ് ഉണ്ട്. ഈ ആക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ എനർജി എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേഷൻഷിപ്പുകളെ കുറിച്ചാണ് പ്രധാനമായിട്ടും, അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യുന്നത്. പ്രധാനമായിട്ടൊന്നും പറയാൻ പറ്റില്ല, അഭിസംബോധന ചെയ്യുന്നത്. അതേസമയം ഈ റിഡക്ഷനിസം അല്ലാതെ ഹോളിസം എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് സയൻസിന്, കാര്യങ്ങൾ സമഗ്രമായി ബോധ്യപ്പെടുന്നത്. ആ സാധനം വെളിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, പോപ്പുലറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പലരുടെയും കച്ചവടം പൂട്ടും എന്നുള്ളതുകൊണ്ട് അതിന് വളരെ പോപ്പുലാരിറ്റി ഇല്ല. നമ്മളെപ്പോലുള്ള ചില അന്വേഷികൾക്ക് മാത്രമാണ് സമഗ്രം എന്നുള്ള രീതിയിൽ അതിനെ മനസ്സിലാക്കാനുള്ള താല്പര്യം. ഭാഗ്യവശാൽ ക്വാണ്ടം ഭൗതികം എന്ന് പറയുന്നത് സമഗ്രമായി ബോധ്യപ്പെടുന്ന പലരുടെയും വീക്ഷണങ്ങളെ ശരിവെക്കുന്നതാണ്. അല്ലെങ്കിൽ ക്വാണ്ടം ഭൗതികം സമഗ്രമായി ഈ കാര്യങ്ങളെ കാണാവൂ എന്നൊരു കാഴ്ചയിലേക്ക് എത്തിപ്പറ്റുന്നുണ്ട്. അവിടെ ഈ റിഡക്ഷനിസ്റ്റ് സയൻസ് എന്ന് പറയുന്ന ആ സമീപനത്തെ നിരാകരിക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ അവിടെ നിന്നുകൊണ്ടാണ് വ്യവസ്ഥാ വീക്ഷണം അല്ലെങ്കിൽ സിസ്റ്റംസ് ലോ എന്ന് പറയുന്ന, സിസ്റ്റംസ് വ്യൂ എന്ന് പറയുന്ന ആ ഒരു നിരീക്ഷണം ഉണ്ടാകുന്നത്. ഏതൊരു വസ്തുവിനെ എടുത്തു കഴിഞ്ഞാലും അതിന്റെ വ്യവസ്ഥയായി കാണണമെന്നും, വ്യവസ്ഥകൾക്ക് ഒട്ടേറെ നിയമങ്ങളുണ്ടെന്നും, അത് അകത്തും പുറത്തുമുള്ള ഒട്ടേറെ ഉപസഹ വ്യവസ്ഥകളുമായിട്ട് നിരന്തരം ബന്ധത്തിലായിരിക്കുന്നു എന്നെല്ലാം വ്യവസ്ഥാവീക്ഷണം പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഈ ഘടനയും പ്രവർത്തനവും ഊർജവും മാത്രമല്ല ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ബന്ധം എന്ന് പറയുന്നത് ഒരുപാട് തരം ബന്ധങ്ങള്, അതായത് സമഗ്ര പ്രപഞ്ച വ്യവസ്ഥയിലുള്ള മറ്റൊട്ടേറെ വിധാനങ്ങളെ ബോധ്യമാക്കുന്നു. ആ ബോധ്യം എന്ന് പറയുന്നത് നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും ഇനി. അവിടെ ഇപ്പോ ഭൗതികമായ ബന്ധമല്ല, ഇപ്പോ രണ്ടുപേർ തമ്മിലുള്ള മാനസിക ബന്ധം ഉണ്ടെന്നിരിക്കട്ടെ, മാനസികമായിട്ടൊരു ബന്ധം, ഇപ്പൊ പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ബന്ധം, ചിലത്തും പരസ്പരം അറിയാതെയുള്ള ബന്ധങ്ങൾ തന്നെയുണ്ട്. ഇപ്പൊ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിൽ അമ്മയ്ക്ക് കുഞ്ഞിനെ അറിയാം, കുഞ്ഞിനെ അമ്മയെ അറിയില്ല, പക്ഷെ അമ്മയോട് ബന്ധം ഉണ്ടാവും. അപ്പൊ ഈ വിധത്തിലുള്ള മാനസിക ബന്ധം, വൈകാരിക ബന്ധം എന്ന് തുടങ്ങി ഇപ്പൊ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് പോലുള്ള വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, ഡിഫൈൻ ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ബന്ധങ്ങൾ, അതുപോലെ പർപ്പസുമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ, നമ്മുടെ ഗൈഡിന്, നമ്മുടെ ടീച്ചറെ, നമ്മുടെ ഗുരുവിനെ നമ്മൾ കണ്ടെത്തുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ബന്ധങ്ങൾ, ഇപ്പൊ അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം, അത് അവരുടെ ബാല്യത്തിലുള്ള ബന്ധം, കൗമാരത്തിലുള്ള ബന്ധം, പിന്നെ യൗവനത്തിലെ ബന്ധം, വാർദ്ധക്യത്തിലെ ബന്ധം, ഇതെല്ലാം വ്യത്യാസമുണ്ട്. അപ്പോ ബന്ധങ്ങൾ എന്ന് പറയുന്നതിന് ഒരു അളവില്ലാത്ത രീതിയിൽ ഇഷ്ടം പോലെ ബന്ധങ്ങളുണ്ട് ഇവിടെ. അപ്പോ ഈ ബന്ധങ്ങൾ എങ്ങനെയാണ് ബന്ധങ്ങൾ വഴി ഈ വ്യവസ്ഥ നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളെ കുറച്ചുകൂടി വ്യക്തമാവും. ഇപ്പൊ ഞാനൊരു ചെറിയ ഉദാഹരണം കൂടെ പറയാം. ബന്ധങ്ങൾക്ക് നിയമവാഴ്ചയിൽ നീതി അല്ലെങ്കിൽ നീതിന്യായ വകുപ്പുണ്ടല്ലോ, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുണ്ടല്ലോ. നീതിന്യായ വ്യവസ്ഥയിൽ ഈ സ്വത്തുമായി ബന്ധപ്പെട്ട ചില ബന്ധങ്ങൾ എന്നുവെച്ചാൽ ഡിറക്റ്റ്, ഇപ്പൊ ഞാൻ പറഞ്ഞ ന്യൂനീകരണ ശാസ്ത്ര സമീപനം പറയുന്ന ഘടനാ, പ്രവർത്തനം, ഊർജം എന്നിവയുടെ ബന്ധങ്ങളെ മാത്രമേ അഭിസംബോധന ചെയ്യുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു പ്രണയം എന്നുള്ളൊരു കാര്യം വരികയാണ്, നീതിന്യായ വകുപ്പിന് അവിടെ അതിന് പ്രത്യേകിച്ച് പ്രാധാന്യം കൊടുക്കാൻ കഴിയില്ല.
രണ്ടുപേർ തമ്മിലുള്ള ഒരു അകൽച്ചയോ ബന്ധമോ ഉണ്ടായി. ആ ബന്ധം ഉണ്ടായതിന്റെ പുറത്ത് ഒരു കാര്യം എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നീതിന്യായ സമീപനം നമ്മളെ തുണയ്ക്കില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ മറ്റേ നീതിന്യായ വകുപ്പിന്റെ അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ വെളിച്ചത്തിൽ തെളിവുകൾക്കാണ് പ്രാധാന്യം. അത് ന്യൂനീകരണ ശാസ്ത്ര സമീപനത്തിന്റെ പ്രത്യേകതയാണ്. തെളിവുകൾക്ക് ആണ് പ്രാധാന്യം. തെളിവുകൾ, ആ മെറ്റീരിയൽ ആയിട്ടുള്ള എവിഡൻസ്, മെറ്റീരിയൽ ആയിട്ടുള്ള ബിംബങ്ങൾ, മെറ്റീരിയൽ ആയിട്ടുള്ള വസ്തുക്കൾ, ഇവയുടെ കേസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ബന്ധങ്ങളൊക്കെ തന്നെ ഈ ആധുനിക ലോകത്ത്, ആധുനിക രാഷ്ട്രത്തിന്റെ, ആധുനിക ശാസ്ത്രത്തിന്റെ, ആധുനിക ജുഡീഷ്യറിയുടെ ഒക്കെ മേഖലയിൽ ഈ ബന്ധങ്ങളിൽ പലതും റെലവന്റ് അല്ല. പക്ഷെ ഒരു വ്യവസ്ഥ നിലനിൽക്കണമെങ്കിൽ ഈ ബന്ധങ്ങളെല്ലാം ബോധ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഹ്യൂമൻ സിസ്റ്റത്തെ മനസ്സിലാക്കണമെങ്കിൽ ഈ ബന്ധങ്ങൾ ബോധ്യപ്പെടണം. ഒരു സോഷ്യൽ സിസ്റ്റത്തെ മനസ്സിലാക്കണമെങ്കിൽ ബന്ധങ്ങളെ ബോധ്യപ്പെടണം. ഒരു നമ്മുടെ എൻവയോൺമെന്റൽ ആയിട്ടുള്ള എക്സിസ്റ്റൻസിന്, സസ്റ്റൈനബിലിറ്റിയെ, അതിന്റെ മുൻപോട്ട് പോക്കിന് മനസ്സിലാക്കണമെങ്കിൽ ബന്ധങ്ങളെ ബോധ്യപ്പെടണം. ഈ ബന്ധങ്ങളെ കുറിച്ചുള്ള ബോധ്യമില്ലായ്ക നമുക്ക് ഒരുപാട് ന്യൂനതകൾ ഉണ്ടാക്കി തരുന്നുണ്ട്. നമ്മളിപ്പോ പറഞ്ഞു, നമ്മൾ ഇതിലൂടെ പഠിച്ചു പോകുന്ന സമയത്ത് വ്യവസ്ഥാവീക്ഷണ പ്രകാരം സമഗ്ര പ്രപഞ്ച വ്യവസ്ഥയിലുള്ള ഒട്ടേറെ വിധാനങ്ങളെ ബോധ്യമാക്കുന്നു, ബന്ധങ്ങളുടെ ഒട്ടേറെ വിധാനങ്ങളെ ബോധ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ഈ ബോധ്യം മറഞ്ഞിരിക്കുന്ന ക്രമത്തെ വെളിപ്പെടുത്തും. ഈ വ്യവസ്ഥകൾക്കകത്ത് മറഞ്ഞിരിക്കുന്ന ക്രമത്തെ വെളിപ്പെടുത്തും. പിന്നെ നമ്മുടെ ഈ വിഘടിച്ച ചിന്താരീതിയെ തടയും. റിഡക്ഷനിസം നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് വിഘടിച്ച ചിന്താരീതിയിലേക്കാണ്. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി പഠിപ്പിച്ചവർ തന്നെയാണ് ഈ ഇതിന്റെ ന്യൂനീകരണ ശാസ്ത്രം പഠിപ്പിക്കുന്നത്. അവർ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ഇൻഡിവിജ്വലിസത്തിലേക്കാണ്. നമ്മളുടെ ഏകീകൃത നിലയിൽ നിന്നും, ഏകീകൃത ഭാവത്തിൽ നിന്നും, ഗോത്ര സംസ്കൃതിയിൽ നിന്നൊക്കെ നമ്മളെ പിരിച്ച് നമ്മളെ വേറൊരു രൂപത്തിൽ എത്തിച്ചിട്ടുണ്ട്. അതിനെയാണ് വിഘടിച്ച ചിന്താരീതി എന്ന് പറയുന്നത്. എല്ലാത്തിനെയും വിഘടിപ്പിച്ച് മനസ്സിലാക്കുന്നത്. ആ വിഘടിപ്പിച്ച ചിന്താരീതിയെ തടയുകയും പിന്നെ കുറെ കൂടെ കാര്യങ്ങൾ നമുക്ക് ബോധ്യമാക്കി തരും. ഒന്ന്, എന്തിന്റെയും കാര്യകാരണങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഉള്ള ഒരു ബോധ്യം ഉണ്ടാക്കി തരും. ഇപ്പൊ ഒരു സത്ത, ഒരു ജീവി ഉണ്ടാകുന്നു. ഒരു ജീവി ഉണ്ടാകുന്നത് ഒരു ബയോളജിക്കൽ പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് ആയിട്ടാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സാധാരണ രീതിയിൽ പഠിക്കുന്നത്, പഠിപ്പിക്കുന്നത്, അറിയിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ജീവശാസ്ത്ര പ്രകാരം ഇതൊരു ഒരു ഫിസിക്കൽ ആക്ഷന്റെ, ഒരു ലൈംഗിക പ്രക്രിയയുടെ ഔട്ട്പുട്ടിൽ, കേവലമായിട്ടുള്ള ഔട്ട്പുട്ടല്ല. അവിടെ അതിന്റെ ഉപരിവ്യവസ്ഥയുടെ ഒരു ഇക്കോസിസ്റ്റത്തിനകത്ത് അവിടെ എന്ത് ആവശ്യമായിട്ട് വരുന്നു, എന്ത് പശ്ചാത്തലം ആവശ്യമായിട്ട് വരുന്നു, അവിടെ പുതുതായിട്ട് എമർജ് ചെയ്യുന്ന, വെളിപ്പെടുന്ന ജൈവ സംവിധാനങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഒരു ജൈവ സംവിധാനം അവിടെ ഉണ്ടായി വരികയാണെങ്കിൽ ആ പശ്ചാത്തലം അതിനെ ഡിമാൻഡ് ചെയ്യുന്നു എന്ന ഒരു അർത്ഥമുണ്ട്. അപ്പോൾ ആ സിസ്റ്റം അവിടെ വരുന്നത്, ഒരു ജീവി അവിടെ ഉണ്ടാകുന്നതിൽ, ഒരു ജൈവ സമൂഹം അവിടെ ഉണ്ടാകുന്നതിന് ഒരു കാരണമുണ്ട്. ആ കാരണം ഒരു ബയോളജിക്കൽ ആക്ടിവിറ്റി അല്ല, എന്ന് വെച്ചാൽ ഒരു സെക്ഷുവൽ ആക്ടിവിറ്റി അല്ല, റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി അല്ല. അതിനു മുമ്പ് തന്നെ വേറെ കുറെ ആക്ടിവിറ്റികൾ, വേറെ കുറെ നീഡുകൾ അവിടെ ഉണ്ടായി വരുന്നുണ്ട്. ആ നീഡുകളുടെ ആ സ്റ്റേറ്റിനാണ് നമ്മൾ കാര്യം എന്ന് പറയുക. ഇത് കാരണമാകുന്നത് കൊണ്ടുണ്ടാവുന്ന സൃഷ്ടിയെയാണ് നമ്മളിവിടെ കാര്യകാരണങ്ങൾ എന്ന് പറയുന്നതുകൊണ്ട് സൂചിപ്പിച്ചത്. ഇങ്ങനെ സന്തുലിതമാക്കുന്ന ഒരു പശ്ചാത്തലം, ബാലൻസ്ഡ് ആയിട്ടുള്ള കുറെ സ്റ്റേറ്റുകളുണ്ട്. ഇവയെല്ലാം ഉണ്ടാകുന്ന സമയത്ത് അത് നമ്മുടെ എൻവയോൺമെന്റിലും ഒക്കെ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, ഇമ്പാക്റ്റുകളുണ്ട്. അതുപോലെ തന്നെ ഇവ ഓരോന്നും സംഭവിക്കുന്നതിന് ഓരോ പ്രത്യേക ഡിറക്ഷൻ ഉണ്ട്. ഇങ്ങനെ ഒട്ടേറെ ആട്രിബ്യൂട്ട്സ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. ബന്ധങ്ങൾ അറിയുകയാണെങ്കിൽ ആ ബന്ധങ്ങളിലൂടെ നമുക്ക് ഒട്ടേറെ ആട്രിബ്യൂട്ട്സ് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത് ആർക്കാണ് ഗുണകരം എന്ന് വെച്ച് കഴിഞ്ഞാല്, വെറുതെ യന്ത്രത്തെ പോലെ ജീവിച്ചു പോകുന്നവർക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് മെച്ചമൊന്നും ഉണ്ടാവില്ല. അതേസമയം ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവര്, സ്വന്തം ജീവിതത്തെ, വ്യക്തി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക്, കുടുംബജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക്, സാമൂഹ്യമായിട്ടുള്ള ഒരു ജീവിതത്തെ അല്ലെങ്കിൽ സാമാജികമായിട്ടുള്ള കമ്മ്യൂൺ അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഭവം ചിട്ടപ്പെടുത്തുന്നവർക്ക്, രാഷ്ട്രത്തെ ചിട്ടപ്പെടുത്തുന്നവർക്ക് ഈ ബന്ധങ്ങളുടെ മൊത്തം ആട്രിബ്യൂട്ട്സ് അറിയുന്നത് നന്നായിരിക്കും.
അപ്പോൾ അത് കൃത്യമായിട്ടൊരു ദിശാബോധം നൽകും. ഇപ്പോൾ നമ്മൾ സുസ്ഥിര ജീവന സമൂഹം എന്നുള്ള അവസ്ഥയിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്ന സമയത്ത്, അല്ല ഇത്തരം ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്ന സമയത്ത് അതിലുള്ള അംഗങ്ങൾക്ക് ബന്ധങ്ങളുടെ പ്രാധാന്യം കൃത്യമായിട്ട് അറിയണം. ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചല്ല നമ്മളിവിടെ പറഞ്ഞത്, അതും വിഷയമാണ്. പക്ഷെ അതിനുമപ്പുറത്ത് കേവല ഭൗതികേതരമായ, അതായത് ഘടനാ പ്രവർത്തനം ഊർജം എന്ന് പറയുന്ന റിഡക്ഷനിസം നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ള ഊർജ സങ്കല്പനങ്ങൾ അല്ല ബന്ധസങ്കല്പനങ്ങൾക്ക് അതീതമായിട്ട് എന്തെല്ലാം തരത്തിലുള്ള ബന്ധങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്, ആ ബന്ധങ്ങളെ ബോധ്യപ്പെടുന്ന സമയത്താണ് ഈ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള മെച്ചപ്പെട്ട ഒരു തിരിച്ചറിവുണ്ടാവുക. ഇത് നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ മറ്റു പല കണക്ഷൻസിനെ നമുക്ക് മനസ്സിലാക്കി തരും. അത് നമുക്ക് കൃത്യമായിട്ടൊരു ജീവിത വ്യവസ്ഥയെ ചിട്ടപ്പെടുത്താൻ സഹായിക്കും. അപ്പൊ ഈ ദിശാബോധം നമ്മിൽ ഓരോരുത്തരും ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ചർച്ചയിലൂടെ കടന്നു പോകുന്നത്. ഇത് സാധാരണ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമല്ല. ബന്ധങ്ങളെ കുറിച്ചുള്ള ഇത്തരം ചർച്ച സാധാരണ ആളുകൾ സാധാരണ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ചെയ്യാറില്ല. നമ്മൾ ഇതിവിടെ ചെയ്യേണ്ടി വരുന്നത് ഇത്രയേറെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്, പലരും ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ ചിന്താ പദ്ധതിയിലേക്ക് നിങ്ങളെ ഏവരെയും ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ ഈ പരമ്പര ഇവിടെ ആരംഭിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ഉൾക്കാഴ്ചകളിലേക്ക് യാത്ര ചെയ്യാം. അതുവരേക്കും സ്വന്തം ബന്ധങ്ങളെ ഒന്ന് നിരീക്ഷിക്കുക. നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.